നമ്മളൊക്കെ പറയാറില്ലേ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ് കാര്യമെന്ന്. എൻ്റെ ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം അങ്ങനെ തന്നെ. എനിക്ക് ഒരുപാട് ഫ്രണ്ട്സൊന്നുമില്ല, പക്ഷേ ഉള്ള ഫ്രണ്ട്സൊക്കെ നല്ല അടിപൊളി ഫ്രണ്ട്സുമാണ്. വിരലിലെണ്ണാൻ പറ്റുന്ന അത്ര ഫ്രണ്ട്സേ എനിക്കുള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഞാൻ കുറേ നാൾക്ക് ശേഷം, അതായത് ഒരു 2 കൊല്ലമെങ്കിലും ആവാറായി കാണും, ഞാനൊന്ന് ഒറ്റയ്ക്കൊക്കെ പുറത്ത് പോയിട്ട്. ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും, അല്ലെങ്കിൽ ബേബീനെയും കൊണ്ടായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വാവേനെയും കൊണ്ടുപോകുമ്പോഴത്തേക്കും ഫുൾ ഫോക്കസ് അവനിലേക്ക് തന്നെ ആയിരിക്കും. അവനെ മാക്സിമം കെയർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ വരുമല്ലോ. അപ്പം ഞാൻ ഇപ്രാവശ്യം എന്തോ ചെയ്തു, വാവേനെ വീട്ടിലാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഭയങ്കരമായിട്ട് അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റി, ഭയങ്കര റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റി. എന്ന് വെച്ചാൽ എൻ്റെ ബാക്ക് ടു കോളേജ് ഡേയ്സും സ്കൂൾ ഡേയ്സും ഒക്കെയാണ് എൻ്റെ മൈൻഡിൽ വന്നത്. ആ സമയത്ത് നമ്മൾ എന്തൊരു ടെൻഷൻ ഫ്രീ ആയിരുന്നു. നമുക്ക് എത്ര സ്ട്രെസ് ഉണ്ടെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിലും അവരുടെ കൂടെ ഇരിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, അതൊരു എന്താ പറയുക, അടിപൊളിയാണ്. ആ ഒരു ഗോസിപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നമുക്ക് ടെൻഷൻ അടിക്കാനുള്ള ഒരു വകയും ആ ഒരു സമയത്ത് കാണില്ല. അങ്ങനെ ഞങ്ങളിന്ന് വന്നിട്ടുണ്ടായിരുന്നത് കൊല്ലത്തുള്ള ഫ്യൂഷൻ ടേബിളിലായിരുന്നു. അവിടെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞാണ് വന്നത്. അവിടുന്ന് ഇൻഫ്യൂസ്ഡ് ചിക്കനും അതേപോലെ തന്നെ ഒരു തന്തൂരി പ്ലാറ്ററും പിന്നെ ഞങ്ങളൊരു സ്പൈസി പാസ്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. ഇൻഫ്യൂസ്ഡ് ചിക്കൻ മാത്രം നമ്മൾ വിചാരിച്ചത്ര അങ്ങോട്ട് ശരിയായില്ല. ബാക്കിയൊക്കെ സെറ്റായിരുന്നു, സെറ്റ് സാധനമായിരുന്നു, ഭയങ്കര ടമ്മി ഫില്ലിംഗ് ആയിരുന്നു. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മൊത്തം സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗായ്സ്.